ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ ജോലിക്ക് പോവാണേ. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്നും വീഡിയോ ചെയ്യണമെന്നും ഒക്കെ വിചാരിച്ചതാ. പക്ഷെ വിചാരിച്ചതുപോലല്ല, നന്നായി താമസിക്കുകയും ചെയ്തു. ജോലിക്ക് പോവാനും ഇച്ചിരി ലേറ്റായി. ജോലിക്ക് പോകാൻ ഇച്ചിരി മടിയാണെങ്കിലും ജോലി കഴിഞ്ഞ് ഓൺ ടൈമിൽ തന്നെ ഇറങ്ങും. ഇത് ഡിന്നറിന് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണേ. രാത്രി കാലങ്ങളിൽ നമ്മുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല ലൈറ്റും നല്ല കാറ്റും ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫീലുമാണ്. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണിയാണ്. ഇത് തമിഴ്നാടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. തിക്കായിട്ടൊരു ഗ്രേവിയും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒക്കെ ഉണ്ട്. എനിക്ക് ചിക്കന്റെ കാല് തന്നെ കിട്ടി. അതെല്ലാം കൂട്ടി ഫുഡ് കഴിച്ചു. ഇവിടെ വന്നതിന് ശേഷം ആരംഭിച്ച ഒരു ശീലമാണ് രാത്രിയിലുള്ള ഈ ചായ കുടി. രാത്രിയിൽ എപ്പോഴും ഡിന്നറിന് ഇവിടെ ടീ അവൈലബിൾ ആണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഹോസ്റ്റലിലേക്ക് മടങ്ങി. വന്ന ഉടനെ തന്നെ AC ഓണാക്കി. അത്യാവശ്യം ചൂടായി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ടുന്ന കുറച്ച് ജോലികളുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയി അയക്കേണ്ടുന്ന മെയിലുകളും ഡേറ്റ എൻട്രിയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോസ്റ്റലിന്റെ അകത്ത് തന്നെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വാട്ടറൊക്കെ ഒന്ന് രാത്രിയിലേക്ക് റീഫിൽ ചെയ്ത് വെച്ചു. ഇനി അല്പം നൈറ്റ് കെയർ ആകാമെന്ന് വിചാരിച്ചു. ഡേ കെയർ പോലെ തന്നെയാണ് നമ്മുടെ നൈറ്റ് കെയറും. ഞാനിവിടെ ഡീകൺസ്ട്രക്റ്റീവിന്റെ സീറമാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നെ സഹായിക്കാൻ ഇവിടെ പാർവണിയും ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അക്വലോജിക്കന്റെ മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം നല്ല ഗ്ലോ തരാനും സ്കിൻ ഹെൽത്തി ആയിരിക്കാനും ടാനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കാറൊക്കെ ഒന്ന് ഫെയ്ഡ് ആകാനും നൈറ്റിലുള്ള ഇത്തരത്തിലുള്ള കെയറുകളൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.